ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മഴക്കാലത്തെ ഒരുക്കങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഘട്ടം ഘട്ടം ഓരോരോ പരിപാടികളിലേക്ക് കിടക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഏട്ടനിവിടെ അപ്പോൾ അതാ നമ്മൾ വേനൽക്കാലത്ത് നമ്മുടെ ബ്ലാക്കിക്ക് ചൂട് കുറയാൻ വേണ്ടിയിട്ട് കുറേ കഴുങ്ങിൻ്റെ പട്ടകളൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ മഴക്കാലം ഇതിലൊക്കെ വെള്ളം നിറഞ്ഞ് കൊതുകൾ, അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ കൊതുകളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഏട്ടതാ ആദ്യത്തെ ഘട്ടം തന്നെ ഏട്ടൻ ഇതൊക്കെ വലിച്ചിടുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കഴുങ്ങിൻ്റെ പട്ട മാത്രമല്ല തെങ്ങിൻ്റെ പട്ട ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടി റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പണിക്കാരൻ മുന്നിട്ടിറങ്ങിയിട്ട് തന്നെ ഉണ്ട്. ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടോ. എന്തൊരു കൊതുക് എറിയോ. പാമ്പും പിന്നെ അത് മാത്രമല്ല ചെറുക്കൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും കുത്തും കയ്യമ്മേ. അപ്പം ഇന്ന് ഏട്ടന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഹെൽപ്പർ ഇല്ലെന്ന്. പക്ഷെ അതിനെ ഓട്ടൊക്കെ കുത്തിയായിരുന്നു വെള്ളം കെട്ടിക്കാതൊക്കെ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതെങ്ങനെ നമ്മൾ കൊടുക്കുക? ആ ഷീറ്റുമ്പോൾ കുടുങ്ങി ഇതാ ആനിമോള് നീറ്റ് വരികയാണ് കേട്ടോ. അമ്മ ചാടിച്ചിട്ടില്ല, രണ്ടാളും ചാടിക്കാതെ ഞാൻ നിൽക്കണുണ്ടേ. ഇങ്ങനത്തെ ഫ്ലെക്സുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ കൊടുന്നാണ്ട് ഇങ്ങനെ ഓരോന്നും കേട്ടോ. കോഴിക്കോടിൻ്റെ മേലെ അതെ ഇങ്ങനത്തെ ഫുള്ള് ഫ്ലെക്സുകളാണ്. അല്ലട്ടാ അതെ ഫുള്ള് വലിച്ചിട്ടിട്ടേ ഒന്ന് റെഡിയാക്കി വെക്കാം. ആ കാടും ഇതൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടേ അത് വെട്ടി ആ കൊമ്പ് വെട്ടിയിട്ടേ. ഓക്കെ കഴിഞ്ഞ വർഷം കെട്ടിയതാണ്. കഴിഞ്ഞ വർഷം തന്നെ അല്ലേ. ദേവട്ടം പല്ലേക്കാണ് കേട്ടോ. ദേവട്ടം പല്ലേച്ചൊന്നും കഴിഞ്ഞിട്ടില്ല. അതെ അതിനെ മൊത്തം കീറിയിട്ടുണ്ട് അവിടെ. ആ ഇതിങ്ങനെ ചാടിയിട്ട് എന്തിനാ തട്ടിയേ? അതാദ്യമായിട്ട് സാധനങ്ങളൊക്കെ എടുത്തല്ലേ. മഴ ഉള്ളൂ. ഇവിടെ ഉണ്ടെന്ന അലമാര നമ്മളിങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഷീറ്റിന് ഒഴിവാക്കുകയാണ്. ഇവിടെ ഈ ഭാഗത്തിന് ഷീറ്റില്ല കേട്ടോ, ഇവിടെ ഫുള്ള് ഒഴിവാക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണേ. അടുത്തതായിട്ട് നമ്മളിതാ ഈ ഭാഗമായിട്ട് റെഡിയാക്കാൻ പോകുന്നത്. ഇവിടേക്കാണ് നമ്മളുടെ മേശയും അലമാരയൊക്കെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വിറകും പിന്നെ നാളികേരമൊക്കെ ഞാൻ ഇവിടെയാണ് റെഡിയാക്കി വെച്ചത്. അപ്പോൾ ഞാൻ ഇതൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി വയ്ക്കുകയാണ് കേട്ടോ. ദേവൂട്ടാ നീ ചായ കുടിച്ചോടാ. ചായ കുടിക്കാതെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമുക്ക് അതൊക്കെ അതിൻ്റെ മേലെ കയറ്റേക്കാം അല്ലേ. ഇതൊന്ന് റെഡിയാക്കിയിട്ട് വെക്കാം. മാച്ചൊക്കെ കൊണ്ടുവയ്ക്കാൻ ഉണ്ടോ. ഇവിടെ കുറച്ച് എംസാൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചാക്കിലാക്കി വെക്കുകയാണ്. കയ്യിന് വയ്യാഞ്ഞിട്ട് ഒറ്റ കൈ കൊണ്ടാണ് കേട്ടോ. അപ്പം ചേട്ടന് അല്ലറ ചില്ലറ സഹായങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ പഴയ സാധനങ്ങളുണ്ട് കേട്ടോ. സിമെൻറ്റ് കെട്ടിപ്പൊതിഞ്ഞിട്ടുള്ള അവസ്ഥ ഞങ്ങളൊക്കെ കാണും. സിമെൻറ്റ് കട്ട് ചെയ്തിട്ടോ. അത് ആണി ഒക്കെ പഴയ കുറേ സാധനങ്ങൾ അല്ലേ. ഒക്കെ ഇങ്ങോട്ട് വലിച്ചിട്ടല്ലേ. എന്നിട്ട് ഇതിനെ ഒന്നിച്ചെടുത്താൽ പോരെ. നിങ്ങൾ കിണർ പണിക്ക് പറഞ്ഞ എംസാൻ്റെ ആണ് കേട്ടോ. അതിൻ്റെ ചാക്കൊക്കെ പൊട്ടിയിട്ടുണ്ട്. അത് ഏട്ടത് വേറെ ചാക്കിലേക്ക് മാറ്റിയാണ്. കുറേ എംസാൻ്റെ പോയില്ല കേട്ടോ. അവിടെ 2-3 ചാക്കുണ്ട്. ചാക്കൊക്കെ പകുതി ഉള്ളൂ കേട്ടോ. അപ്പോൾ 2-3 ചാക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അയക്കാനെ മറ്റേ ചാക്ക് കൂടല്ലേ. അങ്ങനെ ചെയ്യാം. എംസാൻഡ് ഏജിക്ക് അമ്മ ഏജിക്ക്
ഞാൻ ദൂർക്ക് ഇത് വേണ്ട ചെല് എന്തേ അത്തോയ് എവിടെ പിടിച്ചോളൂ ആണി ഡൗട്ടോ ശ്രദ്ധിച്ചോ ആണി ഉണ്ടാവും ദേവനോട് ശ്രദ്ധിക്കാൻ പറയേ പേട്ടതവിടെ ഓരോ പണിയിലാണേ ഞാൻ മക്കൾക്ക് ദോശ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് കേട്ടോ അപ്പം തരട്ടത് വിട്ടാ അപ്പം ആവും ദോശ ചൂടോടൊക്കെ ചുട്ടു കൊടുക്കുകയാണ് ദോശ ആയോ നോക്കാം നമുക്ക് യെസ് ദേവൂട്ടിലുള്ള ദോശ റെഡി കഴിച്ചോ പിന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വെക്കാണ് ടൂൾസ് അല്ല ചെറിയ സ്പെയറുകളൊക്കെ അതൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പാവൊക്കെ ഏട്ടൻ ഒറ്റയ്ക്ക് ചെയ്യണം കഴിഞ്ഞില്ലേ നിങ്ങൾ കുറച്ച് വെള്ളം കുടിച്ചോളേ ഇതാ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ കുടിക്കട്ടോ ഇവിടെ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് ഇനി നമ്മുടെ കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോടിൻ്റെ ചുറ്റുഭാഗം റെഡിയാക്കുകയാണ് ഇതിനും ചുറ്റുഭാഗത്തും ആ അതല്ല മറ്റേ ചെടി കട്ടിയാൽ മതി ഇത് ഒരു തരം ചെടിയുണ്ട് ഇത് ഒരു പൂവുണ്ടാവും എന്താണ് ഇതിൻ്റെ പേരെന്ന് അറിയില്ല ഇത് ഇതിനോട് ചേർന്നുകൊണ്ടായിട്ടാണ് നമ്മളത് വെട്ടി ഒഴിവാക്കുന്നത് കേട്ടോ പുളിയറുമ്പോളൊക്കെ ഇഷ്ടം പോലെ കൂടിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് ഈ മരത്തുമ്മ കൂടെ കയറിയിട്ട് അല്ല ഈ ചെടീൻ്റെ ഉള്ളിൽ കൂടെ മറ്റേ ചേഞ്ച് റോസാണ് അപ്പം കോഴിക്കോണ്ട ആ ഭാഗം ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ ഉള്ളത് ഫുള്ള് വലിച്ചിട്ടിട്ട് ആദ്യം മുതലൊന്ന് റെഡിയാക്കി വെക്കാൻ കേട്ടോ ഇതൊന്നും നിങ്ങോട്ട് കൊണ്ടുണ്ടല്ലേ ഈ സാധനങ്ങൾ അവിടെ തന്നെ ഒഴിവാക്കി പോന്നാൽ മതി നമ്മളവിടെ കുറേ പട്ടികളൊക്കെ ഒഴിവാക്കിയിട്ടില്ല അതൊക്കെ ഇനി ഇതിൻ്റെ മേലെ കൂടെ വെച്ചിട്ട് നമ്മൾ കോഴിക്കോട് ഒന്ന് സെറ്റാക്കണം കേട്ടോ പട്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏട്ടതൊക്കെ റെഡിയാക്കി വെക്കാൻ കേട്ടോ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പട്ടികളെ വെച്ചിട്ടുണ്ടെങ്കിൽ ഷീറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കുണ്ടം തള്ളൂല കേട്ടോ ഇങ്ങനെ ക്ലീനായിട്ട് വൃത്തിക്ക് നിന്നോളൂ അപ്പോൾ നമ്മുടെ കോഴിക്കോട് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ചുറ്റുഭാഗമൊക്കെ ഒന്ന് അടിച്ചു വരണം അതിൻ്റെ കൈ റെഡി ആയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ബ്ലാക്കിൻ്റെ കൂടും അതേ ഒന്ന് ഹൈറ്റ് ഇതാക്കി നമ്മുടെ 4 ഭാഗം ഹോളോ ബ്രിക്സൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വിറക് വരെ അവിടെ എല്ലാതും കൊണ്ടുവച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയും അല്ലറ ചില്ലറ പണികളിലൊക്കെ അത് അടുത്ത ആഴ്ചത്തേക്കാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഏട്ടൻ്റെ എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ കുഴങ്ങി കേട്ടോ അകത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീട്ടിൽ കന്നേരം എല്ലാവർക്കും ബൈ സി യു